ഗുരുവിന് ഇന്ന് വേദന കുറവുണ്ടോ? ഹൃദയം നിശബ്ദമായി എപ്പോഴും ചോദിക്കും. എല്ലാവരും ഉറങ്ങുമ്പോഴും നരേന്ദ്രൻ ഉറങ്ങിയില്ല. ഗുരുവിന്റെ ശ്വാസത്തിന്റെ താളം കേട്ട് വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ കാവലിരുന്നു. ഈ രോഗം നമുക്കും പകരും. ഒരു ശിഷ്യന്റെ ആശങ്ക കേട്ട് നരേന്ദ്രൻ ഗുരുവിന്റെ പാത്രത്തിൽ അവശേഷിച്ച കഞ്ഞിയും തൊണ്ട പൊട്ടിയൊഴുകിയ പഴുപ്പും ചലവും ഒരുമിച്ചെടുത്ത് അമൃതുപോലെ പാനം ചെയ്തു. ഗുരുവിന്റെ ശരീരത്തിൽ കാണുന്നതെല്ലാം എനിക്ക് പവിത്രമാണ്. ആ ദിനങ്ങൾ നരേന്ദ്രനെ വിവേകാനന്ദനാക്കി മാറ്റി. സ്വർണ്ണ നൂലുകളാൽ നെയ്തെടുത്തൊരു രാത്രി. കാശിയുടെ ഓരോ മണൽത്തരിയും പുളകം ചൂടി നിൽക്കുന്നു. മഹാനദി ഗംഗ. അനേകായിരം ദീപങ്ങൾ ആ തീരത്തെ പകൽ വെളിച്ചത്തെ പോലും നാണിപ്പിക്കും വിധം ദീപ്തമാക്കിയിരിക്കുന്നു. സ്വർണ്ണക്കലശങ്ങൾ നിറച്ച എണ്ണയും ചിത്രപ്പണികൾ ചെയ്ത വിളക്കുകളും വാരണാസിയെ ഒരു ദേവലോകമാക്കി മാറ്റിയിരിക്കുന്നു. അവിടെ ഒരു മഹായാഗം നടക്കുകയാണ്. പ്രൗഢിയുടെയും ഐശ്വര്യത്തിന്റെയും യാഗശാല. അതിമനോഹരമായി അലങ്കരിച്ച കവാടങ്ങൾ, അതിഥികളെ സ്വാഗതം ചെയ്യുന്ന കമാനങ്ങൾ. പുഷ്പങ്ങൾക്ക് മേൽ ദീപപ്രഭ വീഴുമ്പോൾ പ്രകൃതി വശ്യമായൊരു ചിത്രം പോലെ തോന്നുകയാണ്. യാഗശാലയുടെ ഓരോ കോണിലും ഹോമാഗ്നിയുടെ ഗന്ധം, വൈവിധ്യമാർന്ന നിവേദ്യങ്ങൾ, മന്ത്രോച്ചാരണങ്ങളുടെ ഗാംഭീര്യം, വാദ്യഘോഷങ്ങൾ. ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ജനസഞ്ചയം കൊണ്ട് ആ പ്രദേശം ശബ്ദമുഖരിതമാണ്. അവിടെ അതിസമ്പന്നന്മാരായ രാജാക്കന്മാരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, അംഗരക്ഷകരുണ്ട്, വിദ്വാൻമാരായ ബ്രാഹ്മണരും തപസ്വികളായ സന്യാസിമാരുമുണ്ട്. ഓരോരുത്തർക്കും പദവികൾക്കനുസരിച്ചുള്ള അലങ്കരിച്ച വേദികൾ. അവിടെ ദാനധർമ്മങ്ങളുടെ ഘോഷയാത്രയാണ്. വിഭവസമൃദ്ധമായ ഊട്ടുപുരകളിൽ അന്നദാനം നടക്കുന്നു. പഴയകാലത്തെ പ്രൗഢി മുഴുവൻ ആവാഹിച്ച ഒരു ഉത്സവവേദി. യാഗശാലയുടെ മധ്യത്തിൽ അതാ ശാന്തിയുടെ പ്രഭാവമായി ഗൗതമ ബുദ്ധനിരിക്കുന്നു. ഹോമകുണ്ഡത്തിലെ അഗ്നിയുടെ പ്രഭ മുഖത്തേക്ക് വീഴുമ്പോൾ ആ തേജസ് ഇരട്ടിയാകുന്നു. ബുദ്ധന്റെ സാന്നിധ്യം കൊണ്ട് യാഗഭൂമി ധന്യമായിരിക്കുന്നു. ആഡംബരങ്ങളുടെ മഹാസമുദ്രത്തിനിടയിൽ നദിക്കരയുടെ ഓരത്ത് ആരോടും പരിഭവമില്ലാതെ ഒരു വൃദ്ധ നിൽപ്പുണ്ട്. ചുളിഞ്ഞ കൈകൾ, കുഴിഞ്ഞ കണ്ണുകൾ, മുഷിഞ്ഞ വസ്ത്രം. അവരുടെ പക്കൽ സ്വർണ്ണക്കലശങ്ങളില്ല, വലിയ ദീപസ്തംഭങ്ങളില്ല, ഒരു ചെറിയ ചിരാത് മാത്രം. ഭക്തിയും ആത്മസമർപ്പണവും കൊണ്ട് തിളങ്ങുന്ന ആ മുഖത്ത് പ്രശാന്തമായ ഒരു പുഞ്ചിരി. തന്റെ സർവസ്വവും ആ കൊച്ചു വിളക്കിൽ ആവാഹിച്ച് അവർ ഗംഗാതീരത്ത് അത് തെളിയിച്ചു വെച്ചു. വലിയ വിളക്കുകളുടെ പ്രഭയിൽ ആരും മൺചിരാതിനെ ശ്രദ്ധിച്ചില്ല. എങ്കിലും വൃദ്ധയുടെ ആത്മാർത്ഥതയുടെ പ്രതീകമായി വെളിച്ചം അവിടെ മൃദുവായി പടർന്നു. രാത്രിയേറിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് അത്യുഗ്രമായ കാറ്റടിച്ചത്. ഗംഗ ആർത്തലച്ചു. യാഗശാലയിലെ പന്തലുകൾ ആടി ഉലഞ്ഞു. പദവികളുടെയും ആഠ്യത്വത്തിന്റെയും പ്രതീകമായി രാജാക്കന്മാരും പ്രഭുക്കന്മാരും തെളിച്ചു വെച്ച ദീപങ്ങൾ അണഞ്ഞുപോയി. ബ്രാഹ്മണരും താപസരുമൊക്കെ അന്താളിച്ചു നിന്നു. ക്ഷണനേരം കൊണ്ട് മഹായാഗഭൂമി അന്ധകാരത്തിലായി. സമ്പന്നതയുടെ ഗർവും അലങ്കാരങ്ങളുടെ പൊലിമയും ഇരുട്ടിൽ മറഞ്ഞു. കൂരിരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ഒരു ദീപം മാത്രം അപ്പോഴും കത്തി നിന്നു. വൃദ്ധയുടെ മൺചിരാത്. അതാടി ഉലഞ്ഞില്ല, അതിൻ്റെ പ്രഭ മങ്ങിയില്ല. ഇരുളിനെ തുളച്ചുകൊണ്ട് ഗുരുവചനങ്ങൾ ആകാശത്തേക്ക് വിടർന്നു. ദാനമെന്നത് ഹൃദയത്തിന്റെ ശുദ്ധിയാണ്, ആത്മസമർപ്പണത്തിന്റെ കാതലാണ്. ഈ ദീപം ഒരു വിളക്കല്ല, ആത്മാർത്ഥതയുടെ കണ്ണാടിയാണ്. ആ മഹായാഗത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം അതായിരുന്നു. 1000 സ്വർണ്ണ വിളക്കുകളേക്കാൾ പ്രകാശിക്കുന്നത് ഭക്തിയോടെ സമർപ്പിച്ച ഒരു മൺചിരാതാണ്. ബുദ്ധന്റെ ചിരിയും വൃദ്ധയുടെ കണ്ണീരും ആ രാത്രിക്ക് പുതിയൊരർത്ഥം നൽകി. ആത്മസമർപ്പണത്തിന്റെയും ലാളിത്യത്തിന്റെയും മഹാപ്രകാശമായി ആ ദീപം അവിടെ എരിഞ്ഞുകൊണ്ടേയിരുന്നു. ദാനത്തിന്റെ യഥാർത്ഥ മൂല്യം അത് നൽകുന്ന മനസ്സിന്റെ വിശുദ്ധിയാണ്. പ്രതിഫലേച്ഛയില്ലാതെ, പ്രശംസ പ്രതീക്ഷയില്ലാത്ത നിർമ്മലമായ കരുണയോടെ നൽകുന്ന ദാനമാണെന്നേ മഹത്തായത്. അത് ദാതാവിന്റെ ഹൃദയത്തിൽ അനന്തമായ സമാധാനവും തൃപ്തിയും തരുന്നു. അത് ആത്മാവിന്റെ വിപുലീകരണമാണ്. നൽകുമ്പോൾ കൂടുകയും സമ്മതനാകുകയുമാണ് ചെയ്യുന്നത്. ദാനമെന്നത് കരുണയുടെ, ക്ഷമയുടെ, ജ്ഞാനത്തിന്റെ, സ്നേഹത്തിന്റെ ഒക്കെ ഭാഗമാണ്, സമയത്തിന്റെ ഭാഗമാണ്.
ഭൗതിക വസ്തുക്കൾ സമർപ്പിക്കുമ്പോൾ അത് അർഹതയുള്ളവർക്കായിരിക്കണം നൽകേണ്ടത്. ഭിക്ഷ നൽകേണ്ടത് ഭിക്ഷുവിനാണ്. ഭിക്ഷു എന്നാൽ സാധു, സാധു എന്നാൽ സന്യാസി. ധർമ്മദാനം എന്നത് കേവലമായൊരു ദാനമല്ല, മറിച്ച് അറിവിന്റെ പവിത്രമായ പങ്കിടലാണ്. ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് ഒരാളെ നയിക്കുവാൻ അറിവ് പകരുന്നത് ഗുരുവാണ്. അത് സ്വീകരിക്കുന്നത് പിച്ചച്ചട്ടികളിലല്ല, വിനയത്തിന്റെ ഭിക്ഷാപാത്രങ്ങളിലാണ്. സാധാരണ വിദ്യകൾ പകർന്നു നൽകുന്നതല്ല ധർമ്മദാനം, അത് ആത്മവിദ്യയുടെ വെളിച്ചമാണ്. ജീവനിലേക്കുള്ള ശരിയായ ദിശാബോധം നൽകുന്നതിലൂടെ ആത്മോന്നതിയിലേക്ക് നയിക്കപ്പെടുന്നു. ജന്മങ്ങളായി കാത്തുവെക്കപ്പെട്ട പുണ്യത്തിന്റെ ബാക്കി പത്രമാണ് ദൈവികതയുടെ വെളിച്ചം മാത്രമാണ്. സന്മാർഗങ്ങളിൽ ഏറ്റവും മഹത്തരമായതും ഇതാണ്. നൽകുന്നവനും സ്വീകരിക്കുന്നവനും ഒരുപോലെ ലഭിക്കുന്ന പുണ്യകർമ്മം. ഗുരു എന്ന അറിവിന്റെ മഹാശോഭയിൽ നിന്നും കൊളുത്തിയെടുക്കുന്ന ഓരോ ചിരാതുകളും മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഇരുട്ടിനെ മായ്ക്കുന്നു. ഗുരുവിന്റെ മഹത്വത്തെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ ധർമ്മത്തിന്റെ തേജസ്സാൽ പൊതിയപ്പെടുന്നു. യഥാർത്ഥത്തിൽ നാം അവിടെ ദാനം ചെയ്യുന്നത് ധർമ്മം തന്നെയാണ്. കാരണം ഗുരു എന്നത് സകല ധർമ്മത്തിന്റെയും ആത്മാവാണ്. ആ വെളിച്ചമാണ് മനുഷ്യരെ അജ്ഞതയുടെ ഇരുട്ടിൽ നിന്നും സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. ഈ യുഗത്തിൽ പുണ്യം സമ്പാദിക്കാൻ മറ്റു യുഗങ്ങളിലെ പോലെ വലിയ ശ്രമങ്ങളോ കഠിന സാധനകളോ ആവശ്യമില്ല. മനസ്സിന്റെ ശുദ്ധിയും ഹൃദയത്തിന്റെ വിശാലതയും മതി. ഓരോ മനുഷ്യനും ചുറ്റുപാടുകളിലേക്ക് ദൃഷ്ടി തിരിക്കുമ്പോൾ സഹായത്തിനായി കാത്തിരിക്കുന്ന അനേകം ഹൃദയങ്ങളെ കണ്ടെത്താൻ കഴിയും. അവരോടുള്ള കരുണാപൂർവമായ സമീപനമാണ് കലിയുഗത്തിലെ ഏറ്റവും ഉന്നതമായ ആത്മീയ പ്രവൃത്തി. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും പരോപകാരത്തിനുള്ള അവസരമായി കാണണം. വാക്കിലും പ്രവൃത്തിയിലും സ്നേഹത്തിന്റെ നന്മയും ക്ഷേമവും പ്രതിഫലിക്കണം. പഞ്ചധർമ്മങ്ങളിൽ പ്രധാന സ്ഥാനം ദാനധർമ്മത്തിനാണ്. അത് വസ്തുക്കളുടെ കൈമാറ്റമല്ല, സമയം, ശ്രദ്ധ, ജ്ഞാനം, സ്നേഹം ഇവയെല്ലാമാണ്. സ്വാർത്ഥഭാരം ഒഴിവാക്കി ലാഭേച്ഛകളില്ലാതെ ഓരോ സേവനവും ആത്മാവിനെ ശുദ്ധീകരിച്ച് മോക്ഷത്തിലെത്തിക്കുന്നു. ആത്മീയതയുടെ മഹത്വം അതിൻ്റെ ലാളിത്യത്തിലാണ്. ചെറുതായി തോന്നുന്ന സത്കർമ്മങ്ങൾ പോലും ആത്മാവിനെ ഉന്നതിയിലേക്ക് ഉയർത്തുന്ന ദിവ്യശക്തിയാണ്. മനുഷ്യജീവിതത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനത്തിന്റെയും ദോഷങ്ങളുടെയും മറമാറാൻ ഗുരുവിന്റെ കൃപ വേണം. ആശ്രമജീവിതത്തിൽ നമുക്ക് നിരവധി കർമ്മങ്ങളുണ്ട്. ശ്വാസം മുതൽ ചിന്ത വരെ കർമ്മമാണ്. ആശ്രമത്തിൽ നടക്കുന്നത് അസാധാരണമായ കർമ്മമാണ്, ദിവ്യ ധർമ്മഗതിയാണ്. കർമ്മം ഫലലാഭത്തിനായോ വ്യക്തിപരമായ അഭിലാഷങ്ങൾക്കായോ നിർവഹിക്കപ്പെടുന്നില്ല. ആത്മശുദ്ധിക്കും സമർപ്പണത്തിനും ദൈവാനുഭവത്തിനും വേണ്ടിയാണ് അത്. ഈ വ്യത്യാസമാണ് ആശ്രമകർമ്മത്തെ ആത്മീയ സാധനയാക്കുന്നത്. ലോകത്തിലെ പുണ്യകർമ്മം എന്തെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ഗുരുസേവ. അറിവിന്റെ വലിയ പുസ്തകങ്ങൾ വായിച്ചവരല്ല, മറിച്ച് ഗുരുവിന്റെ നിഴലായി ജീവിച്ചവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. അതിന് ഉത്തമ ഉദാഹരണമാണ് ഗിരി എന്ന ശിഷ്യന്റെ ജീവിതം. ആദിശങ്കരന്റെ ശിഷ്യന്മാർക്കിടയിൽ ഗിരി ഒരു സാധാരണക്കാരനായിരുന്നു. മറ്റുള്ളവർ വേദങ്ങളും തർക്കശാസ്ത്രങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഗിരി ആരുമറിയാതെ ഗുരുവിന്റെ പണികളിൽ മുഴുകും. വസ്ത്രങ്ങൾ അലക്കും, വിറക് ശേഖരിക്കും, പാചകം ചെയ്യും. മറ്റു ശിഷ്യന്മാർ അയാളെ കളിയാക്കി ബുദ്ധിശൂന്യൻ. ഗിരിക്കതൊന്നും ഒരു പ്രശ്നവുമായിരുന്നില്ല. അയാൾക്ക് ഗുരു തന്നെയായിരുന്നു ദൈവം. ഗുരു ഉപദേശം നൽകുന്ന ദിവസം പണ്ഡിതന്മാരായ ശിഷ്യന്മാർ മുൻനിരയിൽ. എന്നാൽ ഗുരുശങ്കരൻ പ്രിയപ്പെട്ട ഗിരിയെ കാത്തിരുന്നു. ശിഷ്യന്മാർ പെറുപെറുക്കുന്നു. പരിഹാസങ്ങൾ ഗുരു കേട്ടെങ്കിലും മൗനം തുടർന്നു. അങ്ങകലിൽ നിന്നും നനഞ്ഞ തുണികളുമായി ഗിരി നടന്നു വരികയാണ്. ഗുരുവിന്റെ കൃപാദൃഷ്ടി ഗിരിയുടെ ഹൃദയത്തിൽ തട്ടിയ ആ നിമിഷം ലോകത്തിന്റെ എല്ലാ അറിവുകളും ഒരു ജലപ്രവാഹം പോലെ അവനിലേക്ക് ഒഴുകിയെത്തി. ഗിരി ഗുരുവിനെ വണങ്ങി. അതുവരെ ആരും കേട്ടിട്ടില്ലാത്ത മനോഹരമായ വരികൾ ഗിരി പാടിത്തുടങ്ങി. വിദിതാഖില ശാസ്ത്ര സുധാ ജലധേ. തോടകം താളത്തിലായിരുന്നു. തോടകം എന്നാൽ തുടക്കം കൂടിയാണ് എന്നർത്ഥം. ഭക്തിയിലൂടെ ജ്ഞാനത്തിലേക്കുള്ള പുതിയൊരു ആരംഭം. ഒരിക്കൽ എല്ലാവരും തഴഞ്ഞ ആ സാധാരണക്കാരൻ ആദിശങ്കരൻ സ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പീഠങ്ങളിലൊന്നായ ജ്യോതിർമഠത്തിന്റെ അധിപനായി മാറി. തോടകാചാര്യർ. നമുക്കെത്ര അറിവുണ്ടായാലും വിനയമില്ലെങ്കിൽ അത് വെറും ചാരമാണ്. ഗുരുവിനോടുള്ള സ്നേഹവും സമർപ്പണവും ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തെ നയിക്കുന്ന വിളക്കാവാം.
കാശിപ്പൂരിലെ ശാന്തമായ വീട്ടിൽ ഓരോ പ്രഭാതവും യജ്ഞശാലയുടെ പവിത്രതയാണ്. ഉഷസിന്റെ മങ്ങിയ വെളിച്ചം മുറിയിലേക്ക് വീഴുമ്പോഴേക്കും നരേന്ദ്രൻ ഉണർന്നിരിക്കും. വിശ്രമം, വിശപ്പ്, ക്ഷീണം എല്ലാം മറന്ന് ഗുരുവിന്റെ ശയ്യക്കരികിലെത്തി ആദ്യം ആ മുഖം നോക്കും. അതിൽ ഭക്തിയുടെ കണ്ണീരും സേവയുടെ പ്രകാശവും നിറഞ്ഞിരുന്നു. ഗുരുവിനിന്ന് വേദന കുറവുണ്ടോ? ഹൃദയം നിശബ്ദമായി എപ്പോഴും ചോദിക്കും. മരുന്നെടുക്കുന്നത് വിറയാർന്ന കരങ്ങളാൽ അതിയായ കരുതലോടെ ഓരോ തുള്ളിയും ഗുരുവിന്റെ ജീവനെ താങ്ങുന്ന അമൃത് പോലെ പെയ്തു. ഗുരുവിന് ആഹാരം കഴിക്കുവാൻ സമയമായതിനാൽ കഞ്ഞി വളരെ മൃദുവായി തയ്യാറാക്കും. പലപ്പോഴും ശ്രീരാമകൃഷ്ണന് വിഴുങ്ങാനാവാത്ത വേദന കൂടുമ്പോൾ നരേന്ദ്രന്റെ ഹൃദയം അകത്ത് കത്തുന്ന അഗ്നി പോലെ വേദനിച്ചു. നിദ്രാവിഹീനമായ രാത്രികൾ ഈ ശുശ്രൂഷയുടെ ഏറ്റവും മൗനമായ സാക്ഷികൾ. എല്ലാവരും ഉറങ്ങുമ്പോഴും നരേന്ദ്രൻ ഉറങ്ങിയില്ല. ഗുരുവിന്റെ ശ്വാസത്തിന്റെ താളം കേട്ട് വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ കാവലിരുന്നു. ഗുരുവിന് ചുമയോ വേദനയോ കൂടുമ്പോൾ ആ ശരീരത്തെ നെഞ്ചോട് ചേർക്കും. ഗുരുവിന്റെ ഓരോ ശ്വാസവും നരേന്ദ്രന് മന്ത്രജപമാണ്. ഗുരുവിന്റെ വേദന തപസ്സാണ്. ഗുരുവിന്റെ ഹൃദയമിടിപ്പ് ധ്യാനമാണ്. ഈ രോഗം നമുക്കും പകരുമോ? ഒരു ശിഷ്യന്റെ ആശങ്ക കേട്ട് നരേന്ദ്രൻ ഗുരുവിന്റെ പാത്രത്തിൽ അവശേഷിച്ച കഞ്ഞിയും തൊണ്ട പൊട്ടിയൊഴുകിയ പഴുപ്പും ചലവും ഒരുമിച്ചെടുത്ത് അമൃതുപോലെ പാനം ചെയ്തു. ഗുരുവിന്റെ ശരീരത്തിൽ കാണുന്നതെല്ലാം എനിക്ക് പവിത്രമാണ്. ആ ദിനങ്ങൾ നരേന്ദ്രനെ വിവേകാനന്ദനാക്കി മാറ്റി. ഗുരുവിന്റെ ശയ്യക്കരികിലിരുന്ന് മനുഷ്യസേവയുടെ മഹാകാവ്യം പഠിച്ചു. ജീവിത സേവ തന്നെയാണ് ദൈവസേവയെന്ന് അയാൾ പഠിച്ചു. ഗുരുവിന്റെ വേദനയിൽ സ്വന്തം വേദനയും, ഗുരുവിന്റെ ശ്വാസത്തിൽ ജീവിത ലക്ഷ്യവും, ഗുരുവിന്റെ സേവയിൽ ദൈവസേവയും കാണുവാൻ കഴിയുക. ഗുരുവിന്റെ ശരീരം ക്ഷയിക്കുമ്പോൾ തൻ്റെ ഭക്തി ക്ഷയിക്കാതെ അതിനെ കൂടുതൽ ദീപ്തമാക്കുക. ആ അഗ്നിയിൽ അഹങ്കാരത്തെ അർപ്പിച്ച് സമ്പൂർണമായ ശരണാഗതിയായി ഗുരു ശുശ്രൂഷയെ മാറ്റുക. ഗുരുവിനെ സേവിക്കുന്ന കൈകളെ ദൈവത്തെ സ്പർശിക്കുന്ന കരങ്ങളാക്കുക. ശിഷ്യന്റെ ഏറ്റവും മഹത്വപൂർണമായ ദാനങ്ങളിലൊന്നാണ് ഗുരുപരിചരണം. ആത്മസമർപ്പണത്തിന്റെ യജ്ഞം അതായിരുന്നു നരേന്ദ്രന്റെ ഗുരു ശുശ്രൂഷ. ഗുരു തൻ്റെ ആത്മീയ ശക്തി മുഴുവനും നരേന്ദ്രനിലേക്ക് ആവാഹിച്ചു. ആ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിച്ചു: നിനക്ക് ലോകത്തെ നയിക്കുവാൻ കഴിയട്ടെ. ഒരു ശിഷ്യൻ ഗുരുവിന് നൽകുന്ന ഉന്നതമായ സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും ശുശ്രൂഷയുടെയും സിംഹാസനം. ഗുരു നിർദ്ദേശിക്കുന്ന കർമ്മവ്യാപ്തി മനുഷ്യബുദ്ധിക്കതീതമാണ്. അത് സ്വാഭാവികമായ ചിന്താ പദ്ധതിയല്ല. ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും സുരക്ഷിതവും ലളിതവുമായ മാർഗമാണ്. നാമജപവും സേവനവും നിസ്വാർത്ഥ കർമ്മവും ഒരുമിച്ച് ചേർന്ന ജീവിത രീതി മനുഷ്യനെ ആന്തരികമായി ശുദ്ധീകരിക്കുകയും ദൈവസന്നിധാനത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. ഗുരുവിങ്കൽ ശരണം പ്രാപിക്കുമ്പോൾ അഹങ്കാരത്തിന്റെ ചിഹ്നങ്ങൾ ഇല്ലാതെയാകുന്നു. ആത്മസമർപ്പണത്തിന്റെ വാതിൽ തുറക്കുന്നു. സമർപ്പണത്തോടെ, നിസ്വാർത്ഥതയോടെ, ശരണാഗതിയോടെ ഉള്ള കർമ്മം സാധനയാണ്. മനുഷ്യൻ സകല യോഗ്യതകളും സ്വാഭാവികമായി സമ്പാദിക്കുന്നു. കരുണ, ആദരവ്, വിനയം, ക്ഷമ ഇവിടെ സ്വാഭാവികമായി തെളിയുന്ന ആത്മഗുണങ്ങളാണ്. കലിയുഗധർമ്മത്തിൽ ഗുരു നൽകിയിരിക്കുന്ന കർമ്മദർശനം ആത്മീയ ജീവിതത്തിന്റെ സമഗ്രമായ മാർഗമാണ്. കലിയുഗത്തിൽ മനുഷ്യജീവിതത്തിന് ദിശാബോധം നൽകുന്ന സത്യമായ സങ്കല്പമാണ് ഗുരു. വായിച്ചറിയുന്നതിനേക്കാൾ പ്രത്യക്ഷമായ അനുഭവമാണത്. ഗുരുമുഖത്തു നിന്ന് ലഭിക്കുന്ന വാക്കുകൾ വ്യക്തിയുടെ ജീവന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ജീവിതയാത്രയെ അനുകൂലമാക്കുന്നു.